Hey guys, welcome back to our new vlog. അപ്പോൾ ഇന്നത്തെ വ്ളോഗിന്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഇന്ന് ഓണം. ഗൈസ് നമ്മളൊരു ഓണം വ്ളോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഫാമിലിയുടെ വക ഓണം വ്ളോഗിലോട്ട് പോകുന്നതിന് മുമ്പ് ഇതിനു മുമ്പ് കുറച്ച് വ്ളോഗ് ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ട്. സോ നിങ്ങൾ അത് പോയി കണ്ടിട്ട് വാ. നമ്മളിപ്പോൾ ഇവിടെ വന്നേക്കണേ സെന്റർ സ്ക്വയർ. അതിൽ ഇപ്പോൾ നമ്മൾ റിലയൻസിലുണ്ട് ഡ്രസ് എടുക്കാൻ വേണ്ടി വന്നത്. ആകെ ചേച്ചിക്ക് 2 ഉടുപ്പ് കിട്ടിയുള്ളൂ ഗൈസ്. ചേച്ചിക്ക് വേറെ വല്ല സൈസ് വേണ്ടി വരും. ചേച്ചിക്ക് സ്മോൾ വരും പറ്റില്ല, അത് ഭയങ്കര വലുതാണ്. എന്തൊരു കഷ്ടമാണ്. ചേച്ചി വേണ്ട പുതിയ വല്ല സൈസ് കണ്ടെത്തേണ്ടി വരുമല്ലേ. പല്ലിയേക്കാൻ ബ്രഷ് അച്ഛാമ്മേ, ഓണത്തിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഓണത്തിനെ കുറിച്ച് നല്ല അഭിപ്രായമാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി ഓണം ആഘോഷിക്കണം. പപ്പടം പഴം പായസം കൂട്ടി സദ്യ ഒരുക്കി കഴിക്കണം. അതൊക്കെ നല്ല ഓണം. പുതിയ വസ്ത്രങ്ങളെല്ലാം ധരിക്കണം. അച്ഛാമ്മേ, കുക്കിംഗ് ഒക്കെ ഇവിടം വരെ എത്തി. ജോലി കുക്കിങ് ഞങ്ങൾ വറുത്തരച്ചൊക്കെ വെച്ച്, പിന്നെ ശർക്കര വരട്ടി വെച്ച്, ഉള്ളി പൊളിച്ച് വെച്ച്, എല്ലാ സാധനങ്ങളും പൊളിച്ച് നാളെ അരിഞ്ഞിട്ട് നാളെ കറി വെക്കണം. അത്രേ ഉള്ളൂ. എത്ര കൂട്ടം കറിയാണ് ഈ പ്രശ്നത്തിൽ? അയ്യോ 12 കൂട്ടമൊന്നും പറഞ്ഞിരിക്കണേന്ന്. നമ്മൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മൾ മാത്രമല്ല, അച്ഛന്റെ ചേച്ചിനെയും വല്യമ്മയും പാർച്ചേച്ചിയും ചേച്ചിയൊക്കെ വരുന്നുണ്ട്. അപ്പൊ കുറച്ച് ഗ്രാൻഡ് ആയിട്ട് നടത്താനാണ് വിചാരിച്ചേക്കുന്നത്. അപ്പൊ എത്ര കൂട്ടം കറി? 12 കൂട്ടം കറി. 12 കൂട്ടം കറി ഉണ്ടാവും. അച്ചാർ ഉൾപ്പെടെ അതിനും കൂടത്തേ ഉള്ളു, കുറയത്തില്ല. ഉണ്ടാവും. അങ്ങനെ അല്ല, ശരിക്കും ഒരു സദ്യക്ക് എത്ര കൂട്ടം കറി ഉണ്ടാവും? ഒരു സദ്യക്ക് ഒരു 10 കൂട്ടമെങ്കിലും ഉണ്ടാവും. 15 അങ്ങനെയാണ് അമ്മയുടെ പഠനപ്രകാരം. സാമ്പാർ അല്ലേ അമ്മ? എല്ലാം കൂടെ കൂട്ടി 15 കൂട്ടം. നമ്മളങ്ങനെ ഉത്രാട് പോയിട്ട് അൺഎക്സ്പെക്ടഡ് ആയിട്ട് ഫോട്ടോ കൊച്ചിയിലെത്തി. നിങ്ങൾ എന്തിനാ വന്നത്? ഉത്രാട പാച്ചില കറങ്ങ ഈ വെയിലത്ത്. എനിക്ക് ഇതാണ് ഭ്രാന്ത്. അന്ന് കുഴിപ്പള്ളി പോയപ്പോഴും ഈ പൊരി വെയിലത്താണ് നിങ്ങൾ പോയത്. നമ്മൾ പൂ വാങ്ങാൻ കടയിൽ നിൽക്കുകയാണ്. നമ്മളങ്ങനെ 350 രൂപക്ക് പൂ വാങ്ങി തിരിച്ചു പോവുകയാണ്. എന്താണ് പ്ലാൻ? പൂക്കളത്തിന്റെ പ്ലാൻ എന്താണ്? നമ്മുടെ കയ്യിലിപ്പോ 300 സംതിങ്ങിന്റെ പൂവുണ്ട്. ഓൾറെഡി രാവിലെ ഇന്ന് ഇടാൻ വേണ്ടി പൂ വാങ്ങിയിട്ടുണ്ടായിരുന്നു 100 രൂപ. Hey guys, ഇന്ന് ഓണമാണ്. രാവിലെ 4 മണിക്ക് എഴുന്നേക്കാൻ പോയി ഞങ്ങൾ എഴുന്നേറ്റ് വന്നപ്പോ ഒരു 5:45 ഗൈസ്. എന്നാലും ഇവര് പൂക്കളമൊക്കെ ഇടുന്നുണ്ട്. എന്തായ പൂക്കളമൊക്കെ തുടങ്ങിയിട്ടേ ഉള്ളൂ. അങ്ങനെ നമ്മൾ സദ്യ കഴിക്കാൻ പോകുന്നു. സദ്യ കഴിച്ചോണ്ട് ഓൾറെഡി ഒരാളുണ്ട്. കേശു, ഞങ്ങളുടെ തറ കമ്പനിയാണ് അത്. അങ്ങനെ സദ്യ കഴിക്കുന്നു ഗൈസ്. സുന്ദരിക്ക് പൊട്ടുവിടാൻ പോണേണ വേറൊരു സുന്ദരി.
മുണ്ടുടുക്കണാണോ? ആരെ ഉടുപ്പിച്ചെന്നെ? അമ്മ